ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലിഡിലിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു മത്തി ഫ്രൈ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്തി ഫ്രൈ ആട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കട്ടെ. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ആ വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മത്തി ഫ്രൈക്കുള്ള ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച പാക്കറ്റിൻ്റെ അകത്ത് ഒരു പാക്കറ്റിൽ 12 മത്തി ഉണ്ടായിരുന്നു. ഫ്രോസൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ അതെല്ലാം ക്ലീൻ ചെയ്ത് വരഞ്ഞ് കൊടുത്ത് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രോസൺ മത്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗിക്കുറവൊക്കെ ഉണ്ട് എൻ്റെ മത്തിക്ക്. പക്ഷേ ഫ്രഷ് മത്തി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രഷ് മത്തി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ കയ്യിൽ കിട്ടിയ മത്തി വെച്ചിട്ട് ചെയ്തത്. പക്ഷേ എങ്കിൽ പോലും ടേസ്റ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ 2 സൈഡ് മാറി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ മസാലയിൽ കിടന്നിട്ട് ആ പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 2 സൈഡ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇപ്പം ഞാൻ ആ കാണിച്ച പോലെ ഒന്ന് കറക്കി കൊടുക്കണം കേട്ടോ, അതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട്. അപ്പം നല്ല എന്താ പറയുക, നല്ല പുളിയും ഉപ്പും വെളുത്തുള്ളിയുടെ ടേസ്റ്റും ആ കറിവേപ്പിലയുടെ ഒരു ഇതെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടെ മത്തിക്ക്. അപ്പോൾ മത്തി ഇഷ്ടമായിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ മത്തിയിലോട്ടൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.